യശോണി, എന്താ ഇതിന്റെ സർക്കാർ ഉദ്യോഗം? ഒന്നും ആയില്ലേ? ഇല്ല, ഇതുവരെ ഒന്നും ആയില്ല. തങ്കമ്മയോ? എന്താ തങ്കമ്മ? തങ്കമ്മ എന്ത് പറ്റി? അവരെന്നെ നീ വീട്ടിൽ ചെന്നിരിക്കുക, ഞങ്ങൾ വന്നേക്കാം. അവന്മാർ ചന്തയെ കാണും. എലിയാ സാഹിബിന്റെ ചന്ത വെച്ചോണ്ടിരിക്കരുത്. ഞാനും വരുന്നു. തങ്ങമ്മ വയ്ക്കോ. ചിലപ്പാ നീ കടന്നു നോക്കിക്കോ. എന്താണ് മനുഷ്യൻ പേടിപ്പിക്കാൻ കൂടി. ഞാൻ പറയുന്നത് ആറ്റിനക്കരയുള്ള ആരെങ്കിലും തൊട്ട് അവന്റെ കഴുത്തെറിഞ്ഞു വേണം. ഒറ്റക്കാരാ പട്ടികളെ. അവനോടൊപ്പം ചാവാൻ ഞങ്ങൾ 5-6 പേരുണ്ട്. ആ പട്ടി നിന്റെ അപ്പന്റെ കരിപ്പട്ടി കച്ചവടം. ഇവിടെ ഒന്നാ പറ്റില്ല. എന്താ രണ്ടുപേരും ഒന്നും മിണ്ടാത്തത്? നിന്നോടാ ചോദിച്ചത്. നിനക്കൊന്നും പറയാനില്ലേ? അപ്പൻ എല്ലാം അറിഞ്ഞില്ലേ? അറിഞ്ഞു. നിന്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് ചുട്ടുകളഞ്ഞ് പോയി പന കയറ്. ആദ്യമായതുകൊണ്ട് കുറച്ച് ദേഹം വേദന കാണും. സാരമില്ല. രാത്രിയാവുമ്പോ
ഇവള് വെള്ളം ചൂടാക്കി പിടിച്ചു തരും. അമ്മാവാ, കൊട്ടും കുറവയൊന്നും ഇല്ലാതെ ഇന്ന് എന്റെ മോൻ നിന്റെ കഴുത്തി താലി കെട്ടിയതായി കരുതിക്കോ. വേണ്ടമ്മാവാ, വേണ്ട. ഇനിയും എന്നെ കഷ്ടപ്പെടുത്തരുത്. മോളെ, പണ്ട് എന്നെ ഒരു പേപ്പട്ടി കടിച്ചു. എന്റെ അപ്പൻ അതിനെ തല്ലിക്കൊന്നു. എന്നെ തല്ലിക്കൊല്ലാതിരുന്നതിന്റെ കാരണം എന്താ? അപ്പൻ അറിയാമായിരുന്നു ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇന്ന് നീ ആറ്റിപ്പോയി കുളിക്കണ്ട. മേശമണി വെള്ളം കോരിത്തരും. കാണുന്നോ അവൻ ദേവിയെ കാണുന്നോ, ദീപം കാണുന്നോ അവൾ ദേവനെ കാണുന്നു. അപ്പോ നാടകമുണ്ടോ? ഇല്ല. ഉടനെ വരുമോ? അവിടെ കിടന്നോളൂ. ഈ നാട്ടിൽ പരിഷ്കാരമുള്ള വീടെന്ന് പറയാം ഇത് മാത്രമേ ഉള്ളൂ. കയ്യിൽ കാശുണ്ടെങ്കിൽ പരിഷ്കാരം കാണിക്കാം. അതില്ലാത്ത ബുദ്ധി വല്ലതും പറഞ്ഞുണ്ടോ? ആ മുത്തം കാരണം നമ്മുടെ ആൾക്കാർക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ വയ്യാണ്ടായി. നിന്റെ അപ്പൻ ഒരാൾ വിചാരിച്ച അവൻ തോൽപ്പിച്ചാണ് കിടത്താം. അപ്പം പറഞ്ഞ ഈ നാട്ടിലൊരു വിലയുണ്ട്. ആ വിലയുണ്ട്. ആ വില ഉപയോഗിക്കണമെന്ന് പറയാനാണ് ഞാനിങ്ങോട്ട് വന്നത്. നല്ല പാട്ടല്ലേ? ചിലപ്പോ ഇങ്ങനൊരു കുഴപ്പമുണ്ട്. വേണ്ട വേണ്ട, ആ കുഴപ്പം എനിക്കിഷ്ടമാണ്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പണ്ടാറടങ്ങി ചന്തന്മാർക്ക് വിവരമില്ലെന്ന് പറഞ്ഞ് വെറുതെയല്ല. എന്താ ബാലയ്യ വിശേഷം? ആ മുത്തിനെ നമുക്കൊന്ന് ശരിപ്പെടുത്തണം. അതിനെപ്പറ്റി ആലോചിക്കാനാണ് ഞാൻ വന്നത്. ശരിയാണ്, അവനെ ഇങ്ങനെ വിട്ടാ പറ്റില്ല. Thank you.